നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. രാജ്യ തലസ്ഥാനത്തെ പ്രമുഖ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ. മെട്രോ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് 16-കാരൻ ചാടിയിരിക്കുന്നത്. ഈ കുട്ടി മരിക്കുന്നതിന് മുൻപ് തന്നെ ആത്മഹത്യക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ആരാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അധ്യാപകർക്കെതിരെ മാനസിക പീഡനം ആരോപിക്കുന്ന ആത്മഹത്യക്കുറിപ്പ് വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും കണ്ടെടുത്തു. തനിക്ക് ചെയ്യേണ്ടി വന്നത് മറ്റൊരു കുട്ടിയും ചെയ്യാൻ നിർബന്ധിതമാകാതിരിക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പേര് പരാമർശിക്കുന്ന 3 അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് അവസാന ആഗ്രഹമെന്നും വിദ്യാർത്ഥി കത്തിൽ പറയുന്നു. മാനസിക പീഡനത്തെ തുടർന്നാണ് മകൻ ജീവൻ ഒടുക്കിയതെന്ന് കാട്ടി പ്രിൻസിപ്പലിനും മറ്റ് 2 അധ്യാപകർക്കുമെതിരെ പിതാവ് പോലീസിൽ പരാതി നൽകി. കത്ത് ലഭിക്കുന്നവർ ഇതിലെ ഫോൺ നമ്പറിൽ വിളിക്കണം. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ പലതവണ അമ്മയുടെ ഹൃദയം തകർത്തു. ഇത് അവസാനത്തേതാണ്. എന്നോട് ക്ഷമിക്കണം. പക്ഷെ അധ്യാപകർ എന്നോട് മോശമായി പെരുമാറി. സ്കൂളിലെ അധ്യാപകർ ഇങ്ങനെയാണ്. ഞാൻ എന്ത് പറയാൻ? എന്നാൽ സ്കൂളിൽ നടന്ന സംഭവങ്ങൾ കാരണം തനിക്ക് മറ്റു മാർഗമില്ല. എൻ്റെ ഏതെങ്കിലും അവയവം പ്രവർത്തനക്ഷമമാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗപ്രദമാണെങ്കിൽ അത് ആവശ്യമുള്ള ആർക്കെങ്കിലും ദയവായി ദാനം ചെയ്യണമെന്നാണ് വിദ്യാർത്ഥി കത്തിൽ പറയുന്നത്. മാത്രമല്ല 20 വയസ്സുകാരനായ തൻ്റെ ജ്യേഷ്ഠനോട് മോശമായി പെരുമാറിയതിനും അച്ഛനെ പോലെ ഒരു നല്ലൊരു മനുഷ്യനാകാൻ കഴിയാത്തതിനും വിദ്യാർത്ഥി കത്തിൽ മാപ്പ് ചോദിക്കുന്നുണ്ട്. തനിക്ക് എല്ലായ്പ്പോഴും പിന്തുണ നൽകിയതിനെ അമ്മയ്ക്ക് നന്ദി പറയുന്ന വിദ്യാർത്ഥി അച്ഛനും സഹോദരനും വേണ്ടി അത് തുടരണമെന്നും ആവശ്യപ്പെടുന്നു. ഏതായാലും വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കുട്ടിയുടെ കുടുംബം കേട്ടത്. കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ കാരണമാണ്, അതും സ്കൂളിൽ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് തന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് ആ അധ്യാപകരുടെ പേര് സഹിതം എഴുതിയാണ് കുട്ടി ഈ ഒരു ലെറ്റർ വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അമ്മയോടും അച്ഛനോടും ചേട്ടനോടൊക്കെ തന്നെ ആ കുട്ടി ക്ഷമ ചോദിക്കുന്നുണ്ട്. തൻ്റെ അവയവം ഏതെങ്കിലും ഉപയോഗപ്രദമാണെങ്കിൽ അത് മറ്റാർക്കെങ്കിലും നൽകണമെന്നും കുട്ടി കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സാധാരണ പോലെ രാവിലെ 7:15 സ്കൂളിലേക്ക് പോയ മകൻ മധ്യ ഡൽഹിയിലെ മെട്രോ സ്റ്റേഷന് സമീപം പരിക്കേറ്റു കിടക്കുന്നെന്ന് ഉച്ചയ്ക്ക് 2:45 ഫോൺ വന്നത്. മകനെ BL കപൂർ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിച്ച ശേഷം അവിടെ എത്തിയപ്പോൾ മകൻ മരിച്ചുവെന്ന വിവരമാണ് അറിഞ്ഞത്. സ്കൂളിൽ നിന്നും പുറത്താക്കുമെന്ന് 4 ദിവസമായി അധ്യാപകരിൽ ഒരാൾ മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും സഹപാഠി പറഞ്ഞു. മറ്റൊരു അധ്യാപകൻ മകനെ തള്ളി. ഒരു നാടക ക്ലാസ്സിനിടെ മകൻ വീണപ്പോൾ അധ്യാപകരിൽ ഒരാൾ അമിത അഭിനയമാണെന്ന് പറഞ്ഞ് അവനെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയുന്നത്. സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടി ജീവൻ ഒടുക്കിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപേ മരണം സംഭവിച്ചിരുന്നുവെന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി തന്റെ മകനോട് വളരെ മോശമായാണ് ചില അധ്യാപകർ പെരുമാറിയതെന്നും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുട്ടിയെ ശകാരിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നുവെന്നും കുട്ടിയുടെ പിതാവ് തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ കുട്ടി കുറച്ച് വർഷങ്ങളായിട്ട് ഇതേ മാനസിക പീഡനം തന്നെ സ്കൂളിലെ അധ്യാപകരിൽ നിന്ന് നേരിടുകയാണ്. അവൻ ഞങ്ങളോട് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. അധ്യാപകരുമായി ഇക്കാര്യം സംസാരിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. അവൻ്റെ കൂട്ടുകാർക്കും സമാന അനുഭവമാണ് ഉണ്ടായത്. മികച്ച മാർക്ക് നേടുന്നതിനായി അധ്യാപകർ കുട്ടിയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നും പിതാവ് പറയുന്നു. 10ാം ക്ലാസ്സിൽ ഇന്റേണൽ മാർക്ക് ഉള്ളതിനാൽ പെട്ടെന്ന് സ്കൂൾ മാറ്റുക സാധ്യമല്ലാത്തതുകൊണ്ട് ബോർഡ് പരീക്ഷ വരെ പിടിച്ചു നിൽക്കാനായി ഞങ്ങൾ മകനെ ഉപദേശിച്ചിരുന്നുവെന്നും പിതാവ് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു തീരുമാനം എടുക്കാമെന്നായിരുന്നു പിതാവും അതുപോലെ തന്നെ അമ്മയും സഹോദരങ്ങളും വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനു മുൻപ് ഈ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ കുട്ടി മെട്രോ സ്റ്റേഷന് മുൻപിൽ ട്രെയിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു. ഏതായാലും മനസ്സ് വളരെ നെഞ്ചു തകർന്നുകൊണ്ട് തന്നെയായിരിക്കാം ഈ കുട്ടി മരണം തിരഞ്ഞെടുത്തത്. പക്ഷേ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പരീക്ഷാ സമയങ്ങളിലെല്ലാം തന്നെ പല സ്കൂളുകളിലും ഇത്തരത്തിൽ കുട്ടികൾക്ക് മേൽ മാനസിക സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവർ പലരും ആ ഒരു ഭയവും മാനസിക സമ്മർദ്ദവും സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്, കേൾക്കുന്നതാണ്. പരീക്ഷയിൽ തോൽക്കുമോ എന്നുള്ള ഭയം കാരണം ആത്മഹത്യ ചെയ്യുന്നു. പരീക്ഷയിൽ തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുന്നു. നല്ല മാർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. അധ്യാപകർ അടിച്ചാലോ അധ്യാപകർ ശാസിച്ചാലോ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് രക്ഷിതാക്കളുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതാണ്. ഒരുപക്ഷെ കുഞ്ഞു മനസ്സാണ്, അവർക്ക് താങ്ങാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ, ആത്മഹത്യ എന്നുള്ള ചിന്തകൾ അവരെ അലട്ടുന്നത്.
ഇനിയും ഒരു കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥ വരരുതെന്നാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ കുട്ടി പറഞ്ഞതുപോലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി പറഞ്ഞിരിക്കുന്ന അധ്യാപകർക്കെതിരെ കേസെടുക്കണം, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. മറ്റേതെങ്കിലും കുട്ടികളും ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിൽ അവരെയും കണ്ടുപിടിച്ച് നടപടികൾ, അല്ലെങ്കിൽ അവർക്കും ഇതിൽ നിന്നൊരു കൗൺസിലിങ്ങോ മറ്റെന്തെങ്കിലും നൽകേണ്ടതും അത്യാവശ്യമാണ്.